കുറേ ദിവസമായി ഞാൻ അണ്ടിപ്പുട്ട് ഉണ്ടാക്കണം വിചാരിക്കുന്നു. കാഷ്യൂനട്ടായിട്ട് ഉണ്ടാക്കുന്നത് കശുവണ്ടി അതായിട്ട് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അൻവർഖാൻ്റെ കടയിൽ ഈ തോലുള്ള ടൈപ്പ് കാഷ്യൂനട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിട്ട് ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് കാഷ്യൂനട്ട് വറുത്തതും അരി വറുത്തതും ഒക്കെ കൂടിയിട്ട് പൊടിക്കാനുണ്ടായിരുന്നു. അൻവർഖാൻ്റെ കടയിൽ നല്ല ഗ്രൈൻഡർ ഉണ്ട്. അപ്പോൾ അതിൽ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി പൊടിയും. എൻ്റെ കയ്യിലുള്ള മിക്സിയിൽ പൊടിച്ച് നന്നായി പൊടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഉച്ചനേരത്ത് അൻവർഖാൻ്റെ കടയിലേക്ക് വന്നേക്കണത്. നല്ല വെയിലായിരുന്നു കേട്ടോ, നല്ല ചൂടാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല. ഈ പുറത്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോഴാട്ടോ ഞാൻ കട അടക്കാറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാറാണ്. ഇന്നിപ്പോൾ അതിനൊന്നും പറ്റിയില്ല. കാരണം ഇതുണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങിക്കഴിഞ്ഞൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇതുണ്ടാക്കണതിൻ്റെ ഇടയിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. സ്കൂളിൽ മദ്രസയിലൊക്കെ പഠിക്കണ ആ സമയത്ത് ഞങ്ങൾ കുഞ്ഞിമ്മയുടെ വീട്ടിൽ കശുമാവുണ്ട്, കുറേ കശുമാവുമരമുണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞിമ്മയുടെ മക്കളും പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഞങ്ങളിത് കശുമാങ്ങ പെറുക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് അതിൻ്റെ അണ്ടി ഞങ്ങൾ ചപ്പൊക്കെ കൂട്ടിയിട്ട് ചൂടും. എല്ലാവരും ഇങ്ങനെ അകലെ മാറി നിൽക്കും, ഇത് പൊട്ടിത്തെറിക്കുമോ വെച്ചിട്ട് പേടിച്ച്. ഞാൻ എന്നിട്ട് അതൊക്കെ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ സന്തോഷം വരും, അതിൻ്റെ ഒപ്പം കൂടുതലും സങ്കടമാണ് തോന്നുക, എന്തോ ഒരു വേദന. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയിക്കായിരുന്നു കേട്ടോ. അവൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവൾ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പലഹാരമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം വണ്ടി വന്നു. ഐസ്ക്രീമൊക്കെ കഴിഞ്ഞേക്കായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ നിറക്കണ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി. പതിവ് പോലെ ഷോപ്പൊക്കെ അടച്ചതിന് ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അൻവർഖാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. അവർ 1 മാസത്തിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഞാനും അവരും കൂടിയിട്ടാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോയത്.